ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമം. വന്യരായ അച്ഛന്മാര്, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ന്യായവിധിയുടെ അവസ്ഥയെക്കുറിച്ചാണ്. ന്യായവിധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് പാവങ്ങളെയും ചുമക്കാരെയും ഒക്കെ ശേഖരിക്കുവാനും അവരെ മാനസാന്തരപ്പെടുത്തി ഒരു പുതിയ പന്താവിലേക്ക് എത്തിക്കുവാനുമായിട്ടാണ്. പക്ഷെ രണ്ടാമത്തെ വരവ് ഞാനും നിങ്ങളും പ്രത്യേകിച്ച് ഓർക്കേണ്ടത് കർത്താവ് കല്യാണ വിരുന്നിനെ കുറിച്ചൊരു ഭാഗം പറയുന്നുണ്ട്. അവിടെ പറയുന്നു, ക്ഷണിക്കപ്പെട്ട ആരും വന്നില്ല, എന്നാൽ വഴിത്തലയ്ക്കലും വേലിയറുമ്പുകളിലും ചെന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞു. മുടിയനായ പുത്രനെ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവന്നിരുത്തി പന്നിയുടെ കൂടെ കിടന്ന് അവന്റെ ദേഹമൊക്കെ നന്നായി കഴുകിയായിരിക്കും കയറ്റിയത് എന്ന് പറഞ്ഞ പോലെ വേലിത്തറമ്പിലൊക്കെ വന്നവർക്കൊക്കെ നല്ല കല്യാണ വസ്ത്രങ്ങൾ ധരിക്കത്തക്കവണ്ണം ശുദ്ധീകരിച്ച് വെടിപ്പാക്കിയത്. ഒന്നാമത്തെ ഇസ്രായേലിനെ തള്ളിയപ്പോൾ എന്നെയും നിങ്ങളെയും അങ്ങനെ വിളിച്ചു വരാം. പക്ഷെ കല്യാണ വിരുന്നിന്റെ അന്ന് കണ്ട കാഴ്ച ഒരുത്തൻ കല്യാണ വസ്ത്രമില്ലാതെ ഇരിക്കുന്നത്, അവനെ പുറത്ത് അന്ധകാരത്തിലേക്ക് കളയുവാനാണ് പറഞ്ഞത്. ആ ഒരു ഓർമ്മ എപ്പോഴും എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ദൈവം ഒന്നാമത്തെ വരവിൽ എല്ലാം ക്ഷമിച്ചു തന്നതുപോലെ ഇനി രണ്ടാമത്തെ വരവിലും അത് തന്നെ ആവർത്തിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കുറിച്ചിട്ടേക്കണം. ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയം വായനാഭാഗം വായിച്ചത് വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 10-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പറയുന്നു, ചെന്നായ്ക്കുള്ള നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അന്നും ഇന്നും ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. പാമ്പുകളെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവുകളെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായും ഒത്തിരിയേറെ വെല്ലുവിളികളുണ്ട്. നേരെ ചൊവ്വേ ജീവിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഒത്തിരി തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് അല്പം കലർപ്പൊക്കെ കയറ്റി ജീവിക്കാം. സാമ്പത്തികമായിട്ടായാലും സാധാരണ ജീവിതത്തിലെ ജീവിതക്രമങ്ങളിലായാലും അല്പം കലർപ്പ് ചേർത്താൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന് ചേർന്നതല്ല. അതുകൊണ്ടായി രണ്ട് കാര്യങ്ങൾ പറയും. പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കാൻ പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ജീവിതം കളങ്കമില്ലാത്തവരായിരിക്കണമെന്നാണ്. കഷ്ടാനുഭവത്തിന് തൊട്ടു മുമ്പുള്ളതായ പിതാവിനോടുള്ള പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ ഇവരും തമ്മിൽ ഒന്നായിരിക്കേണ്ടത്. ഇവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പം വിശുദ്ധമായ അവസ്ഥയിൽ ജീവിക്കുവാനായിട്ടാണ് നാം ഓർത്തിരിക്കേണ്ടത്. പ്രത്യേകിച്ച് പരിശുദ്ധന്റെ ഓർമ്മയിലേക്ക് അത് ഓർമ്മ നടത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാവേണ്ടത്, പരിശുദ്ധ പരിമള തിരുമേനി പറയുമായിരുന്നു, വിശുദ്ധിയുടെ മുമ്പിൽ ഒരു ശക്തിയും വിജയിക്കുകയില്ല. വിശുദ്ധിയുടെ മുമ്പിൽ അനീതി നിന്ന് വിറയ്ക്കും, ഒരു ശക്തിയും അടുത്തു വരികയില്ല എന്ന്. ആ വിശുദ്ധമായ ജീവിതവും പെരുമാറ്റവും സംസാരവും എൻ്റെയും നിങ്ങളുടെയും മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഉണ്ടായിരിക്കണം. നിഷ്കളങ്കമായ ജീവിതം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട് അത് വലിയ ബുദ്ധിമുട്ടാണെന്ന് കർത്താവ് പറയുന്നു. അതിന് പറയുന്നതായ ഒരു കാര്യം കൂടി കർത്താവുണ്ട്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കുക. സൂത്രപ്പണിയല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, വക്രതയല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, രാക്ഷസബുദ്ധിയല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ദൈവിക ജ്ഞാനത്തിന്റെ ഉടമകളായി ജീവിപ്പാനായിട്ട് കർത്താവ് എന്നോടും നിങ്ങളോടും പറയുകയാണ്. ഈ പാമ്പിന്റെ പ്രത്യേകത നിങ്ങൾക്ക് സയൻസ് പഠിച്ചവർക്ക് പ്രത്യേകിച്ച് അറിയാം. അതിന് ചെവിയില്ല. ചെവിയില്ലാത്തത് കൊണ്ട് അത് ശബ്ദങ്ങൾ, പരിസരത്ത് നടക്കുന്ന ശബ്ദങ്ങൾ
അറിയുന്നതും കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും ശരീരമെല്ലാം സർവസമയവും സർവസജ്ജമാണ്. അതിൽ നിന്ന് അലസമായി അതിരിക്കുകയില്ല. ആ സജ്ജമായിരിക്കുന്ന ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളോടെ അത് വന്ന് തലച്ചോറിലേക്ക് അറിയിപ്പ് കൊടുക്കും. അങ്ങനെയാണ് ചെവിയില്ലാത്ത പാമ്പ് കേൾക്കുന്നത്. ഇത് ഞാനും നിങ്ങളും അറിയണം. കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ് സർവസമയവും ജാഗ്രതയായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞത്. നഹൂമിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിക്കുക, നിന്നെ തന്നെ ശക്തീകരിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും സംഹാരനെതിരെ അരമുറുക്കി കാത്തിരിക്കണമെന്നാ പറയുന്നത്. കർത്താവിന്റെ എല്ലാ ഈ ആഴ്ചകളിലുള്ള എല്ലാ ഉമ്മയിലും അത് തന്നെയാണ് പറയുന്നത്. എപ്പോഴാണ് എന്നെയും നിങ്ങളെയും വിളിക്കുക എന്നറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പാനായിട്ട്, എപ്പോഴാണ് അവൻ വരുന്നത് അറിയാത്തതുകൊണ്ട് ഉണർന്നിരിപ്പാൻ കർത്താവ് എന്നോടും നിങ്ങളോടും ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളെ ചതിക്കാനായിട്ട് വരും. വിവാഹ കുദാശയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ആശംസാ പ്രാർത്ഥന. അവിടെ ഇപ്രകാരമാണ് ചൊല്ലുന്നത്, അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. അത് ആശംസ കൊണ്ട് തീരാറാ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ. അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യർ കയറി വന്ന് അവരുടെ കുടുംബജീവിതത്തെ കലക്കി എത്രയും പെട്ടെന്ന് വിവാഹമോചനവും എത്രയും പെട്ടെന്ന് തടോലന്മായിട്ട് ജീവിക്കാനായിട്ടാണ് അവർക്ക് വിധിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പിതാക്കന്മാർ കുറിച്ചിട്ടത്, അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, അതുപോലെ എല്ലാ മേഖലകളിലും അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യർ ഏദൻ തോട്ടത്തിൽ കയറിയ പാമ്പിനെ പോലെ ആദാമിനെയും ഹൗവായും വീഴ്ചതുപോലെ വീഴിക്കുവാൻ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അത് കുടുംബജീവിതത്തിൽ മാത്രമല്ല സമൂഹ ജീവിതത്തിലും ഉണ്ടെന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപ്രസിദ്ധമായ കഥയാണല്ലോ ഒഥല്ലോയുടെ. ഒഥല്ലോ വീരശൂര പരാക്രമിയായിരുന്നു, നല്ല സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ഡെസ്റ്റിമോണ. ആ പുള്ളിക്കാരത്തിക്ക് മനുഷ്യനോട് തീരാത്ത സ്നേഹവും പ്രിയമായിരുന്നു. അതിസുന്ദരിയായിരുന്നുവെങ്കിലും തൻ്റെ ഭർത്താവ് അല്പം കർത്തവനായിരുന്നെങ്കിലും ഒത്തിരി സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ അവിടെ കയറി വരുന്ന ഒരു സാൻഡിഗോ എന്ന് വരുന്ന വില്ലനുണ്ട്. ആ വില്ലൻ ഇവരെ തമ്മിൽ ഭിന്നിപ്പിക്കാനും വഴക്കുണ്ടാക്കുവാനും കലഹമുണ്ടാക്കുവാനും ശ്രമിക്കുകയാണ്. അതല്ലോടെ മനസ്സിലേക്ക് ദുഷ്ടവികാരങ്ങളെ കയറ്റുന്നതായിട്ട് അവിടെ പറഞ്ഞു. നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ളതാവുമല്ലോ, അറിയാവുന്ന കഥയാണല്ലോ. എന്നിട്ട് അവിടെ കാണുന്നത് എന്താ, തൻ്റെ ഭാര്യയെ സംശയിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. അവസാനം ഒഥല്ലോ പറയുന്നതായ ഒരു കാര്യമുണ്ട്, ഞാൻ വല്ലാതെ സ്നേഹിച്ചു, പക്ഷേ ബുദ്ധിയില്ലാത്തവനെ പോലെ സ്നേഹിച്ചു. ഞാൻ വിവേകമില്ലാത്തവനെ പോലെ പെരുമാറി. വിവേകവും ബുദ്ധിയും വേണം. അതുകൊണ്ടാണ് ഇത് രണ്ടും കർത്താവ് പറഞ്ഞത്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കാനായിട്ട്. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാത്തതാണ് തെറ്റ് ചെയ്യുന്നവരെക്കാൾ കഷ്ടം. അതുകൊണ്ട് നാം ഓർക്കുക, നാം ദൈവത്തിന് മുമ്പാകെയാണ് ജീവിക്കുന്നത്. തെറ്റിനോട് 2 2 4 എന്നതിന് പകരം 3 5 ആവുകയില്ല എന്ന് നമുക്കറിയാം. 2 2 4 തന്നെയാണ്. അവിടെ നീതിയും ന്യായവും ചെയ്യാത്തടത്ത് ചെയ്യാത്തത് എന്ത് എന്ന് ചോദിക്കുവാനുള്ള മനക്കരുത്ത് എനിക്കും നിങ്ങൾക്കും വേണം. ഭർത്തൃഹരിയുടെ നീതിശതകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മൗനം വിഭൂഷണം അപണ്ഡിതനാം. നമ്മൾ അതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കാറുണ്ട്, പണ്ഡിതന് മൗനം ഭൂഷണമാണ്. അങ്ങനെയല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പറയുന്നതിൻ്റെ അടുത്ത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് പറയുന്നത്, ഹാബേലും വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു സംസാരമാണ്. പറയുന്നിടത്ത് പറയുവാനായിട്ട് മൗനിയാണ് ഞാൻ, ബുദ്ധിയുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ തടി തപ്പുകയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. തെറ്റുകണ്ടാൽ തെറ്റാണെന്ന് പറയാനുള്ളതായ ആർജവം ഉണ്ടാകും എന്നും പറഞ്ഞ് എപ്പോഴും ഞാൻ ബുദ്ധിമാനാണ്, സമൂഹത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് വായി തോന്നുന്നതെല്ലാം പറയാനല്ല അതിൽ ഉദ്ദേശിക്കുന്നത്.
പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പണ്ട് എൻ്റെ കുഞ്ഞിലെയൊക്കെ, ഇപ്പം എല്ലാം വലിയ മുട്ടകളിടുന്ന കോഴികളാണ്. പണ്ട് കുഞ്ഞ് അടയ്ക്കാ മുട്ടയിടുന്ന കോഴി ഉണ്ടായിരുന്നു. ആ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് കൊക്കിക്കൊണ്ടേയിരിക്കും. കൊക്കി അടുത്ത കോഴി കൊക്കി 1/2 കിലോമീറ്റർ ചുറ്റലുള്ള എല്ലാ കോഴികളും കിടന്ന് കൊക്കി തുടങ്ങും. അപ്പോൾ തോന്നും കോഴിയുടെ ഏറ്റവും വലിയ വിനോദം ചെറിയ മുട്ടയിടുക എന്നതാണെന്ന്. ചില സമൂഹ സംഘടനകളുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ സമൂഹത്തെ ദൂഷിപ്പിക്കുവാനുള്ളതല്ല നമ്മുടെ പെരുമാറ്റം. നാം പ്രത്യേകം ശ്രദ്ധിക്കുക. സമൂഹത്തിന് നന്മ വരുവാനും സമൂഹം അനുഗ്രഹമായി ജീവിക്കുവാനും ഇടവരണം. ഞാനും നിങ്ങളും പ്രത്യേകിച്ച് ഓർക്കുക, നമ്മുടെ ജീവിതം ആദ്യം മുതലേ കഷ്ടപ്പാടിൻ്റെതാണ്, പ്രയാസത്തിൻ്റെതാണ്. എവിടെ നോക്കിയാലും, എവിടെ തിരിഞ്ഞു നോക്കിയാലും ക്രിസ്തീയ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇല്ലെന്നാരെങ്കിലും പറഞ്ഞാൽ തെറ്റാണ്. ആ ക്രിസ്തീയ സമൂഹം പീഡിപ്പിക്കപ്പെടുമ്പോൾ ബുദ്ധിയോടെ ജീവിപ്പാൻ കർത്താവ് പറയുന്നു. സഹോദരൻ നിഹനിക്കപ്പെടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചേർന്ന് ഗുസ്തി പിടിക്കാൻ പോകാൻ ഞാൻ പറഞ്ഞില്ല കേട്ടോ. പ്രാർത്ഥിക്കേണ്ടതും ദൈവത്തെ വിളിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആയതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.